കഴിഞ്ഞ ദിവസം ഹാലലിയ ന്യൂസിൽ CV ഫിലിപ്പോസ് എന്ന ഉപദേശി ഇന്ത്യ മുഴുവൻ നടത്തിയ ഒരു യാത്രയുടെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം സൈക്കിളിലാണ് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തത്. എന്നാൽ അത് അദ്ദേഹത്തിന്റെ 40കളിലായിരുന്നു. ഇവിടെ ഇതാ 83 വയസ്സുള്ള ഒരു വ്യക്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുന്നു. ഈ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. പ്രശസ്ത സുവിശേഷ പ്രഭാഷകൻ, ഉത്തരേന്ത്യൻ മിഷണറി, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ സ്ഥാപകൻ ബ്രദർ PG വർഗീസ്. PG വർഗീസും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ അവരുടെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് സുവിശേഷ പ്രസംഗങ്ങൾ നടത്തണമെന്നുള്ളത്. ദീർഘനാളത്തെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ ഈ മാസം 6-ാം തീയതി, അതായത് 2025 മാർച്ച് 6-ന് കന്യാകുമാരിയിൽ നിന്ന് അവർ യാത്ര ആരംഭിച്ചു. ഒരു വാനിലാണ് അവർ യാത്ര ചെയ്യുന്നത്. ഓരോ സംസ്ഥാനത്തുകൂടെയും അവർ യാത്ര ചെയ്യുന്നു. ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ അവർ വാൻ നിർത്തി അവിടെ ഇറങ്ങുകയും അവിടെ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുകയും തങ്ങളുടെ അനുഭവ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. കൂടാതെ ഈ യാത്രയിൽ അവർ ഏകദേശം 1.5 ലക്ഷം കോപ്പി പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്നു. 2 ഭാഗങ്ങളാണ് ആ പുസ്തകത്തിനുള്ളത്. ഒന്ന് അത്ഭുതങ്ങളുടെ താക്കോൽ എന്നുള്ള ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം എങ്ങനെ സമാധാനം നേടാം. ഇതോടൊപ്പം ഒരു ലഘുലേഖയും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പാപങ്ങളിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് അതിലത്തെ പരാമർശ വിഷയം. അങ്ങനെ ഈ പുസ്തകവും ട്രാക്റ്റും വിതരണം ചെയ്തുകൊണ്ട് ലഘു സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ആ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ അവർ പിന്നിട്ടിരിക്കുന്നു. ഈ യാത്ര അവസാനിക്കുന്നത് കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ നിന്നാണ് ബ്രദർ PG വർഗീസ് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യേശുവിനെ കണ്ടുമുട്ടുകയും പിന്നീട് അദ്ദേഹം പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ജമ്മുവിലെ കട്രയിൽ തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആരംഭ സ്ഥലമായി തിരഞ്ഞെടുക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. പിന്നീടാണ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്നുള്ള പേരിൽ ശക്തമായ ഒരു മിഷണറി പ്രസ്ഥാനം അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. 83 വയസ്സ് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 83 വയസ്സിലും അദ്ദേഹം ആരോഗ്യവാനാണ്. വളരെ ലളിതമായ ജീവിതം നയിക്കുകയും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഈ യാത്രയ്ക്ക് ആവശ്യമുള്ള ആരോഗ്യം തനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 30-35 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ജമ്മു കാശ്മീരിൽ അവസാനിക്കുമ്പോൾ അദ്ദേഹം 84-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കും. അതായത് ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ജമ്മു കാശ്മീരിൽ ഇത്തവണത്തെ ഭാരതയാത്ര അവസാനിപ്പിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആ യാത്രയ്ക്ക് ദൈവത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവ കൃപയും ഉണ്ടാകട്ടെ. ആരോഗ്യത്തോടെ ബലത്തോടെ അദ്ദേഹവും ഭാര്യ ലില്ലി വർഗീസും ഈ യാത്ര പൂർത്തിയാക്കട്ടെ. ആ യാത്രയിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സുവിശേഷം ശ്രവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അദ്ദേഹത്തിന്റെ യാത്ര സഫലമാക്കട്ടെ. ഈ യാത്രയുമായി ബന്ധപ്പെട്ട അതിന്റെ ആരംഭ ദിവസത്തിൽ അദ്ദേഹം തയ്യാറാക്കി നൽകിയ ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളും കാണുക. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയെയും ഈ യാത്രയെയും പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. 2009 എൻ്റെ ഹൃദയത്തിനകത്ത് ഒരാഗ്രഹമുണ്ടായി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യണം. ലിലി ആവേശം പൂണ്ടു. 6-ാം തീയതി ഇന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇതിനകം തന്നെ 4 സ്ഥലത്ത് ഞങ്ങൾ ഓപ്പൺ എയർ നടത്തി. ഏതായാലും അവിടെ എല്ലാം മീറ്റിംഗ് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കാശ്മീരിൽ വരെ എത്തും. ഏകദേശം 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് ശ്രീനഗറിലെത്തി ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും. എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചു നടക്കുന്നു. ഓരോ സ്റ്റേറ്റിനും വേണ്ടിയും അവിടെ കാലുകുത്തി പ്രാർത്ഥിക്കും. തീർന്നില്ല. ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും ഞങ്ങൾ വണ്ടി നിർത്തി. വണ്ടി ബാംഗ്ലൂരിൽ ഒരാൾ വന്നതാണ്. അവിടെ നിർത്തിയിട്ട് ഇതുപോലെ ഈ ബാനർ ഇട്ടിട്ട് ഞങ്ങൾ പ്രസംഗിക്കും. ആദ്യം പറയും പാപത്തിൽ നിന്ന് മോചനം. ഏതൊക്കെ പാപം? സകല പാപങ്ങളുടെയും പേര് കുറച്ചൊക്കെ പറയും. എന്നിട്ട് ഞങ്ങൾ പ്രസംഗിക്കും. യേശുക്രിസ്തു എന്നെ വിടുവിച്ചു, എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് പറയും നിങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിക്കാം. ഏതിൽ നിന്നൊക്കെ? സിഗരറ്റിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, കള്ളിൽ നിന്ന്, മോഷണത്തിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന്. ഇത് പ്രസംഗിച്ച് ഞങ്ങൾ പോവുകയാണ്. അതിനുശേഷം ഞങ്ങളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ താക്കോലും ഇതാ നിങ്ങൾക്ക് സമാധാനം ഒന്നിച്ചു ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു സുന്ദരമായ പുസ്തകം. അത് ഞങ്ങൾ വിതരണം ചെയ്യും അതാത് ഭാഷകളിൽ. ഇവിടെ ഞങ്ങൾ മലയാളത്തിലും തമിഴിലും വിതരണം ചെയ്തു. ഇനിയും പോകുന്ന ഓരോ സ്റ്റേറ്റുകളിലും ഞങ്ങൾ ഇവിടെയൊക്കെ പോകും. തമിഴ്നാട്ടിലേക്ക് വീണ്ടും കേരളം
കഴിയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകും, അവിടുന്ന് കർണാടകത്തിലേക്ക് പോകും, അവിടുന്ന് തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഹിന്ദി ബെൽറ്റ് 5-6 സ്റ്റേറ്റുണ്ട്. ഡൽഹി കഴിയുമ്പോൾ ഞങ്ങൾ ഹരിയാനയിലെത്തും, ഹരിയാനയിൽ നിന്ന് പഞ്ചാബിലെത്തും, അവിടുന്ന് ജമ്മുവിലെത്തും, അവസാനം കാശ്മീരിലെത്തും. അവിടെ ചെന്നിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ CNI ചർച്ചിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളിൽ പലരും രൂപ തന്നു, നിങ്ങൾ അനേകം പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ സംഭവം വാസ്തവത്തിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഞങ്ങളുടെ സ്വപ്നത്തിന് കൂട്ടുനിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പുസ്തകം ഞങ്ങൾ 1.5 ലക്ഷം കോപ്പി പുസ്തകമാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം അനേകം പേർക്ക് വിടുതൽ കൊടുക്കട്ടെ. ഇതാ ഞങ്ങൾ വേറൊരു ട്രാക്റ്റ് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും, നിങ്ങളുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ഈ ട്രാക്റ്റ്, ഈ പുസ്തകം, സുവിശേഷം മുഴുവൻ പറയുന്നതായിട്ടുള്ള ഈ പുസ്തകം 1.5 ലക്ഷം വീടുകളിൽ കിടക്കും. ആ വീട്ടിലുള്ളവർ എന്നെങ്കിലും ഇത് വായിക്കുമ്പോൾ, അടുത്ത വർഷമായിരിക്കാം, 10 വർഷം കഴിയുമ്പോഴായിരിക്കാം, ആരെങ്കിലും ഇത് കയ്യിലെടുക്കുന്ന സമയത്ത് എനിക്കും മോചനം വേണമെന്നൊരാഗ്രഹം അവർക്കുണ്ടാകട്ടെ. രക്ഷിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കണം കേട്ടോ. താങ്ക് യു.